ഗൗരി മഹേശ്വർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഗീത ആറ്റിങ്ങൽ. ഞാൻ ഇനി പറയാൻ പോകുന്നത് മിഥുനം രാശിയെക്കുറിച്ചാണ്. ഈ മിഥുനം രാശിയിലെ നക്ഷത്രങ്ങളെന്ന് പറയുന്നത് മകയിരവാര, തിരുവാതിര, പുണർദം, മൂക്കാല്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇവർക്ക് കുറച്ച് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഈ വരുന്ന മാസമൊക്കെ പോകുന്നത്. അപ്പം അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. മാത്രമല്ല അസുഖപരമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അസുഖങ്ങൾ വന്ന് കയറുന്ന ഒരു സമയമാണ്. അതുപോലെ സാമ്പത്തികവും നമ്മുടെ കയ്യിലുള്ള സാമ്പത്തികത്തിൽ നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. ഒന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ, പകുതി നല്ലതും പകുതി കൊള്ളാത്തതുമാണ്. അപ്പം ഈ പകുതിയെ കൂടെ നമ്മൾ നന്നാക്കി എടുക്കണം. അത് ഈശ്വരാരാധന കൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് അത് ശരിയാക്കി എടുക്കുക. തീർച്ചയായിട്ടും നല്ല നേട്ടങ്ങൾ നമുക്ക് ഈശ്വരാരാധനയിൽ കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്ന് വിചാരിച്ച് നമ്മൾ ജോലി ചെയ്യാതിരിക്കരുത്. ജോലി ചെയ്തിട്ട് വേണം നമ്മൾ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ. ജോലി ചെയ്യാതെ ഈശ്വരാരാധനയെ കൊണ്ട് മാത്രം ഇരുന്നാൽ നമുക്ക് ആരും കൊണ്ട് തരത്തില്ല. അപ്പം നാം പാതി ദൈവം പാതി. നമ്മൾ ചെയ്യുന്ന പണിയുടെ പ്രതിഫലം നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. കാലത്തും വൈകിട്ടും പ്രാർത്ഥിക്കുക, ഈശ്വരനെ പ്രാർത്ഥിക്കുക. നമുക്ക് ദോഷങ്ങളൊന്നും വരുത്തരുത്. നമ്മുടെ ജോലി ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ പണിയിൽ ഓട്ടങ്ങളൊന്നും ഉണ്ടാവരുത്. ഇതൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കാനുള്ളത്. നമ്മളെ കാത്തു രക്ഷിക്കണം. അപ്പം നമ്മൾ നല്ല സന്തോഷമായിട്ടൊന്ന് ജോലി ചെയ്യും. ആ ജോലിക്കുള്ള പ്രതിഫലം നമുക്ക് കിട്ടുകയും ചെയ്യും. അല്ലാതെ നമ്മളിങ്ങനെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാലും നമുക്ക് ആരും നമ്മുടെ കയ്യിലൊന്നും കൊണ്ട് തരത്തില്ല. ചിലർ ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാൽ ചില ആളുകൾ ചോദിക്കും, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ വല്ലതും കയ്യിൽ കൊണ്ടുവരുമോ? ഇല്ല. നമ്മൾ ജോലി ചെയ്യണം. ജോലി ചെയ്യുമ്പോൾ നമുക്ക് ആരോഗ്യം വേണം, നമുക്ക് ഐശ്വര്യം വേണം, ശരീരത്തിന് ബലം വേണം. ഇതിനൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥന കാലത്തും വൈകിട്ടും നിരന്തരമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു ചിട്ടയാവും. അപ്പോൾ നേരം വെളുത്ത് സമയത്തിന് തന്നെ ഉണരുകയും സമയത്ത് ജോലിക്ക് ഇറങ്ങിപ്പോവുക, സമയത്തിനനുസരിച്ച് ഭക്ഷണം കഴിക്കുക. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. നമുക്ക് പ്രതിഫലങ്ങൾ വർദ്ധിക്കും. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നേടാൻ സാധിക്കും. ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് ഏത് മേഖലയിലും കൈകാര്യം ചെയ്താൽ ആപത്ത് ഒഴിവായി കിട്ടും. പിന്നെ ധിക്കാരത്തോടുകൂടി നമ്മൾ ചെയ്തുകൂടാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം എന്നും പറഞ്ഞ് എടുത്തിയാടി ചെയ്യാതിരിക്കുക. ചില സന്ദർഭങ്ങളിൽ നമുക്ക് കൂട്ട് വേണ്ടുന്ന അവസരങ്ങളിൽ ആ കൂട്ടിനോട് കൂടി തന്നെ നമ്മൾ ചെയ്യേണ്ട പ്രവർത്തികൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമുക്കൊരു ഹെൽപ്പ് വേണം എന്ന്, ജോലിയിൽ ഹെൽപ്പ് ഉണ്ടെങ്കിലേ പറ്റൂ എന്ന് വരുമ്പോൾ നമുക്ക് ആ ഹെൽപ്പ് ആവശ്യപ്പെടാം. ഉദ്യോഗസ്ഥരായാലും നമുക്ക് ചിലപ്പോൾ ആ ആവശ്യങ്ങളൊക്കെ വേണ്ടി വരും. അതുപോലെ മറ്റുള്ള പുറത്തുള്ള പണികൾക്കൊക്കെ പോകുന്നവരാണെങ്കിലും അവർക്കും അങ്ങനെയൊക്കെയുള്ള ഹെൽപ്പൊക്കെ വേണ്ടി വരും. അപ്പോൾ ഒരു ചുമട് തന്നെ ഒറ്റയ്ക്ക് എടുത്ത് പൊക്കാനൊക്കത്തില്ലെങ്കിൽ മറ്റൊരാളെ സഹായത്തിന് വിളിക്കുക. അപ്പോൾ ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് പൊക്കിയാൽ നമുക്ക് നമ്മുടെ നടുവിന് മിന്നൽ വരാം, ഉളുക്ക് വരാം, കൈകൾക്ക് എന്തെങ്കിലും ശേഷി കുറവ് വരാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ നമുക്ക് മറ്റൊരാളുടെ സഹായം വേണ്ടി വരും. അപ്പോൾ ആ സഹായം നിർബന്ധമായും നമ്മൾ സ്വീകരിക്കണം. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്. ഈ ഈശ്വരാരാധന കൊണ്ട് മാത്രം ഈശ്വരൻ ഞാൻ ആരാധിച്ചിരുന്നു. എൻ്റെ അടുത്ത് പലരും പരാതി പറയും, ഞാൻ എപ്പോഴും അമ്പലത്തിലാണ്, ഞാൻ എപ്പോഴും ഈശ്വരാരാധനയിലാണ്, എന്നിട്ടും എനിക്ക് ഇങ്ങനെയൊക്കെ വന്നല്ലോ എന്ന് പറയും. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ കൂടെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഒരു പരസഹായം വേണ്ടുന്ന ഒരവസ്ഥയിൽ നമ്മൾ ആ പരസഹായം തേടുക. അപ്പോൾ അവരുടെ സഹായത്തോടു കൂടി നമുക്ക് ചെയ്യേണ്ട കാര്യം ചെയ്ത് തീർക്കാൻ പറ്റും. ഒറ്റയ്ക്ക് ചെയ്ത ആ പണമെല്ലാം കൂടെ നമുക്ക് ഒന്നിച്ചെടുക്കാം എന്നുള്ള ധാരണയിൽ ചെയ്യാൻ പോയാൽ നമുക്ക് പല അപകടങ്ങളും ഉണ്ടാകും. മനസ്സിലായില്ലേ? അപ്പോൾ ദൈവം നിശ്ചയിക്കുന്നത് മറ്റൊരാളിനെ കൂടെ വിളിക്കാനാണ്. നമ്മുടെ അഹങ്കാര മനസ്സ് സമ്മതിക്കത്തില്ല. അങ്ങനെയാണ് നമുക്ക് ദോഷാവസ്ഥകളൊക്കെ ഉണ്ടാകുന്നത്. ഒറ്റയ്ക്ക് ചെയ്യാം, ഒറ്റയ്ക്ക് നേടാം. അതൊക്കെ നമുക്ക് തെറ്റായ ഒരു കാര്യങ്ങളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവം നിയോഗിക്കുന്ന രീതിയിൽ ഈശ്വരൻ്റെ നിയോഗം അതനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. എവിടെയും നമ്മൾ പരാജയപ്പെടരുത് എന്ന് വിചാരിച്ച് മറ്റൊരാളിനൂടെ കിട്ടിക്കോട്ടെ. അപ്പോൾ ആ ഒരു രീതിയിൽ കൂടെ മുമ്പോട്ട് പോയാൽ നമുക്ക് തീർച്ചയായിട്ടും
നേട്ടങ്ങൾ ധാരാളമായിട്ടുണ്ടാകും. നമ്മുടെ മനസ്സിൻ്റെ അനുസരിച്ച് നമുക്ക് നല്ല മനസ്സുള്ളവർക്ക് നന്മ കൂടുതൽ കിട്ടും. അത് തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ അരി വാങ്ങിച്ചാൽ മറ്റൊരാളും കൂടെ മേടിച്ചോട്ടെ എന്നുള്ളൊരു ചിന്താഗതി നമുക്കുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ കൂടെ പോകാൻ ശ്രമിക്കുക. നിങ്ങൾക്കും ധനപരമായിട്ട് നേട്ടങ്ങളുണ്ടാകും. അതുപോലെ കുടുംബത്ത് കലഹം ഉണ്ടാക്കാതിരിക്കുക. മനഃപൂർവ്വം കലഹം ഉണ്ടാകാനുള്ള ശ്രമം ഒഴിവാക്കുക. കുഞ്ഞുങ്ങളുടെ ഒരു സന്തോഷം നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കുക. എന്ന് വിചാരിച്ച് അവർക്ക് പറയുന്ന എല്ലാം വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെയല്ല, നമ്മൾ അവരെ സന്തോഷിപ്പിച്ച് ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടെ സന്തോഷിപ്പിച്ച് അവരെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കി നിർത്തണം. വലിയ വലിയ കാര്യങ്ങൾ വലിയ ആളുകൾ എന്ന് പറഞ്ഞാൽ ധാരാളം പണമുള്ളവർക്കേ പറ്റൂ. നമുക്ക് കൊച്ചു കാര്യങ്ങൾ, ചിലപ്പോൾ ഒരു പെൻസിലിനായിരിക്കും, ചിലപ്പം കുറേ ബുക്കുകൾക്കായിരിക്കും, ചിലപ്പം വേറെ എന്തെങ്കിലും കൊച്ചു കൊച്ചു കളിപ്പാട്ടങ്ങൾക്കായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കുന്നത് അവർക്ക് വാങ്ങിച്ചു കൊടുത്താൽ അവരുടെ സന്തോഷം നമ്മുടെ മനസ്സിനെയും ആനന്ദിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അത് അങ്ങനെ ചെയ്ത് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. അതുപോലെ പിതൃക്കളെ നിങ്ങൾ ശുശ്രൂഷ ചെയ്യുക. അതുപോലെ പിതൃദോഷം വരാതിരിക്കാനായിട്ട് ബലി, ഇപ്പം ഈ മഴ സീസണിൽ ബലിയിടാനൊന്നും പോകാൻ പറ്റത്തില്ല, എങ്കിലും നമ്മുടെ മനസ്സിലൊരു സ്മരണ ഉണ്ടായാൽ മതി. നമ്മൾ അടുത്ത മാസം കർക്കിടക മാസത്തിൽ ബലിയിടാറാവുന്ന ആ സമയം വരുന്നുണ്ട്. അപ്പോൾ പോയിട്ടാലും മതി. നല്ലതുപോലെ വ്രതമൊക്കെ പിടിച്ച് ഒരിക്കലുമൊക്കെ നോക്കി നമുക്ക് ബലിയിടാൻ സാധിക്കും. അതുപോലെ അച്ഛനമ്മമാരെ വിഷമിപ്പിക്കാതെ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല അനുഭവങ്ങൾ മാത്രം വരട്ടെ. സന്തോഷമായിട്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകട്ടെ. എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.